ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിക്കാൻ പറ്റൂലല്ലോ, ഒരു മാസം നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റൂലല്ലോ, ഇടങ്ങേറാവുന്നുണ്ടല്ലോ എന്നെങ്ങാനും ഞാനും നിങ്ങളും അറിയാതെ ഒന്ന് ചിന്തിച്ചു പോയാൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന എന്തെന്നറിയോ? ഇന്നൽ മുനാഫിഖ കാഫിറൂ, ഇന്നൽ മുനാഫിഖ കാഫിറൂ. എടോ, മുനാഫിഖ് കാഫിറാണ്, അവന് റമളാനില്ല. റമളാൻ വരുമ്പോൾ ആനന്ദം തോന്നുന്നില്ലയോ? റമളാൻ വരുമ്പോൾ ഉഷാർ തോന്നുന്നില്ലയോ? റമളാൻ വരണമെന്ന ആഗ്രഹം തോന്നുന്നില്ലയോ? സഹോദരാ, നീ കാഫിറാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. റമളാൻ വരണമെന്ന ആഗ്രഹം നമുക്ക് ആദ്യം ഉണ്ടാകണം. എന്തുകൊണ്ട്? മുത്തുനബി തങ്ങളെ കാത്തിരുന്ന് കിട്ടിയാണ് റമളാൻ എന്ന് കൂട്ടിവെച്ചവന്. കാത്തിരുന്ന് കിട്ടിയാണ് റമളാൻ. പണ്ടുള്ള ഇന്നാണ് ഇന്നത്തെ ന്യൂ ജനറേഷനോട് ഇത് പറയുമ്പോൾ അവർ ഉൾക്കൊള്ളൂല്ല. മുമ്പുള്ള ഉമ്മമാര് വണ്ണപ്പുറത്ത് ഇതുപോലത്തെ മലയോര പ്രദേശങ്ങളിൽ പാവപ്പെട്ട ഉമ്മമാര് റമളാന് 15-ാം രാവുമ്പോൾ, ശഅബാന് 15-ാം രാവാകുമ്പോൾ തന്നെ വീട് റെഡിയാക്കി, എല്ലാം സെറ്റാക്കി. നമ്മളെല്ലാവരും ഭംഗിയാകും. റമളാന്റെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ അത്ര മഹത്വരമാണ് ഉമ്മമാരെ, പറഞ്ഞാൽ തീരൂല. ഒന്നാമത്തെ രാവായി സംഭവിക്കുന്നത് എന്തെന്നറിയോ? ഹബീബായ തങ്ങൾ തന്നെയാ പറയുന്നത്, ഇദാ ദഖല റമളാൻ ഫുത്തിഹത് അബ്വാബുൽ ജന്ന. റമളാൻ അങ്ങ് സമാഗതമായാൽ ഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗവാതിലുകൾ അതാ തുറക്കപ്പെടുകയാണ്. നരകവാതിലുകളെല്ലാം കൊട്ടി അല്ലാഹു അടച്ചു കളയുന്നതാണ്. വഉല്ലിഖത് അബ്വാബു ജഹന്നം വസുഫിദത്തിശ് ശയാത്തീൻ. എല്ലാവരും കേൾക്കുന്ന ഹദീസാണ്. എന്താണ് പ്രകൃതിയിൽ സംഭവിക്കുന്നതെന്നറിയോ? ഒന്നാമത്തെ രാത്രിയുടെ കാര്യമാണ് പൊന്നാര വാപ്പമാരെ പറയുന്നത്. ഈ റമളാനും എനിക്കും നിങ്ങൾക്കും നഷ്ടപ്പെട്ടു പോയിട്ട് അടുത്ത ശവ്വാലെങ്ങാനും ഖാബിദുൽ അർവാഹ് മലക്ക് ഇസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് കൊണ്ടുപോയാൽ നശിച്ചു വാപ്പാ. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ ഇന്ന് പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ സൂക്ഷിച്ചേ മതിയാവുള്ളൂ. അത് സൂക്ഷിക്കാതെ ഇനിയുള്ള ദിവസം, ഇത് അവസാനത്തെ നിമിഷങ്ങളാണ്. ഇനി ഒരു വെള്ളിയാഴ്ച രാവ് ശഅബാനിലില്ല. ഇനി റമളാനിലെ വെള്ളിയാഴ്ച രാവുള്ളൂ. ഇനി ഒരു വെള്ളിയാഴ്ച ശഅബാനിലില്ല. ഇത് അവസാനത്തെ സമയമാണ്. ഇതുവരെ ഫോണിൽ മൊത്തം വീഡിയോസും കണ്ടു, ഇതുവരെ സിനിമ കണ്ടു, ഇതുവരെ ഹറാം സംസാരിച്ചു, അന്യ പെണ്ണുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അന്യ പെണ്ണുമായിട്ട് ശൃംഗരിച്ചിട്ടുണ്ട്, വൃത്തികെട്ട വീഡിയോകൾ കണ്ടിട്ടുണ്ട്. ഹറാം കണ്ട് നാളെ അങ്ങ് പെട്ടെന്ന് നന്നാവാമെന്ന് കരുതിയിട്ടു നീ റമളാനിൽ പോയാൽ റമളാൻ വല്ലാഹി നിനക്ക് അനുകൂലമാവൂല. അങ്ങനെ ചിന്തിക്കരുത്. അതുകൊണ്ട് ഇന്നത്തെ രാത്രി റമളാന് കിട്ടാൻ വേണ്ടിയുള്ള ആദ്യത്തെ രാത്രിയാണ്. എത്ര മഹല്ലുകൾ എന്നറിയോ റമളാൻ മുന്നൊരുക്കം നടക്കുന്നത്. അതുകൊണ്ട് അവസാനത്തെ വഴലാണ്. ഇനി ഒരു റമളാൻ മുന്നൊരുക്കവാ നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ കലയന്താനിയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കണേ വാപ്പാ. അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയെന്നറിയോ? റമളാന്റെ ഒന്നാമത്തെ രാത്രി അങ്ങ് കടന്നു വന്നാൽ കാപ്പാട് മാസപ്പിറവി കണ്ടല്ലോ. റമളാൻ ഒന്നാണല്ലോ. ബഷീർ ഉസ്താദ് മൈക്കിലൂടെ അതാ വിളിച്ചു പറയുകയാണ്, നാളെ റമളാൻ ഒന്നാണ്. എല്ലാവരും റെഡിയാവുക, തറാവീഹിന് കിടന്നു വരിക. എല്ലാവരും അപ്പോഴല്ല തയ്യാറാകേണ്ടത്. ഇന്ന് 29 ഇന്ന് അസറിന് ശേഷം തന്നെ വൃത്തിയായിട്ടൊന്ന് കുളിക്കണേ നിങ്ങൾ. എല്ലാവരും വൃത്തിയായിട്ടൊന്ന് കുളിച്ച് നല്ല വസ്ത്രം
മാത്രം തറാവീഹിനിടാൻ വേണ്ടിയിട്ട് സുഗന്ധം പൂശി അങ്ങോട്ട് വെക്കുവാപ്പാ. ഇത് മഹാന്മാര് ചെയ്തതാണോ? ഇത് മഹത്തുക്കള് ചെയ്തതാണോ? അതങ്ങട്ട് റെഡിയാക്കി വെച്ചിട്ട് സുബ്ഹാനല്ലാഹ് റമളാൻ ആകണമെന്ന ആഗ്രഹത്തോടു കൂടി ഇന്നങ്ങട്ട് കടന്നു പോട്ടെ 30 മതി എന്ന് പറഞ്ഞല്ല ചിന്തിക്കേണ്ടത്. 29 നമ്മൾ കൽബ് കൊണ്ട് റമളാനാക്കണേ വാപ്പാ. 30 അല്ലാ, നേരത്തെ താ അല്ലാ, ഞാൻ തയ്യാറായിരിക്കുക അല്ലാ. അങ്ങനെ റെഡിയായി നല്ല ഭംഗിയായി മാസപ്പിറവി കണ്ടെന്നങ്ങ് പറഞ്ഞാൽ സൂറത്തുൽ മുൽക്കോദൽ സുന്നത്താണ്, ഒരു ദുആ ചെയ്യലൊക്കെ സുന്നത്താണ്. ആ ദുആ എല്ലാം ചെയ്തിട്ട് അൽഹംദുലില്ലാ ജാ റമളാൻ വദഹാബു ശഅബാൻ. റമളാൻ വന്നല്ലോ അല്ലാഹ്, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് നല്ലവണ്ണം നേരെ ഉഷാറോടുകൂടി പള്ളിയിലോട്ട് കടന്നു വാ. ഇശാഇന് ശേഷം തറാവീഹിന് വേണ്ടി ആദ്യം പള്ളിയിലെത്തുന്ന ആള് ആ നാട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. ഇത് ഞാൻ വെറുതെ പറയല്ല, ഹദീസുണ്ട് വാപ്പാ, ഹദീസുണ്ട്. ഒന്നാമത്തെ രാത്രി ആകാശമണ്ഡലങ്ങൾ 7 ആകാശങ്ങൾ അങ്ങ് തുറക്കുകയായി. ദഖല റമളാൻ ഫുത്തിഹത്ത് അബ്വാബുസ് സമാ. സൂഫിയാക്കളായ ആളുകൾക്ക് ആ രാത്രി ആകാശം നോക്കുമ്പോ തന്നെ അറിയാം റമളാനാണെന്ന്. മുനാഫിക്കീങ്ങളും കാഫിറുകളും തെമ്മാടികളുമായി പോകുന്ന ആളുകൾക്ക് തിരിയൂല. അത് റമളാനാകുമ്പോ അന്തരീക്ഷം മാറി, പ്രകൃതിയാകെ മാറി, എല്ലാം ഒരുങ്ങുകയാണ്, എല്ലാം ഒരുങ്ങുകയാണ്. മണ്ണും മരവും മലയും ഒരുങ്ങുകയാണ്. മനുഷ്യ, നീ ഒരുങ്ങാൻ തയ്യാറാകുന്നില്ലയോ? എല്ലാവരും ഒരുങ്ങി. സ്വർഗം നേരത്തെ ഒരുങ്ങി, അള്ളാഹു പോലും നേരത്തെ ഒരുങ്ങിയിട്ടുണ്ട്. എന്തിനു വേണ്ടി എന്നറിയോ? റബ്ബങ്ങ് തയ്യാറാവുകയാ. അമ്പിയാക്കൾ ഔലിയാക്കളുടെ അർവാഹുകൾ സജീവമാവുകയാ. ഖബറിടങ്ങൾ അങ്ങ് മിന്നിത്തിളങ്ങിയ ചെറുതല്ല കാര്യം, ചെറുതല്ല കാര്യം. ഖബറാളികൾ ആനന്ദിക്കുകയാണ്. റമളാനിൽ ശിക്ഷകളില്ല, അദാബുകളില്ല, റമളാനിൽ ഭയാനകതകളില്ല. വഉല്ലിഖത് അബ്വാബു ശയാത്തീൻ വഉല്ലിഖത് അബ്വാബു ജഹന്നം. നരകവാതിലുകളെല്ലാം കൊട്ടിയിടുകയാണ്. ആ ഒരു മാസം മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിന് ജോലിയില്ല. മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം ഫ്രീ ആണ്, എല്ലാവരും ഫ്രീ ആണ്. അസബാനിയാക്കളുടെ മാലാകമാർക്ക് ആ മാസം ഡ്യൂട്ടി ഇല്ല. ആ മാസം ഡ്യൂട്ടി ആർക്കെന്നറിയോ? റഹ്മത്തിന്റെ മാലാകമാർക്കാണ്. എല്ലാ ഇരുളും കൊട്ടിയടയ്ക്കുന്ന പടച്ച തമ്പുരാൻ സ്വർഗത്തിന്റെ വെളിച്ചങ്ങളും സൂര്യന്റെ വെളിച്ചങ്ങളും നക്ഷത്രത്തിന്റെ ചന്ദ്രന്റെ സർവ്വപ്രകാശങ്ങളും കടത്തിയിട്ട് മാലാകമാരിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ആ പ്രകാശം കൊണ്ടിട്ടു ഭൂമി ഇങ്ങനെയാകെ സുഗന്ധം പൊള്ളുകയാ. ആകാശം ചിരിക്കുന്നു, ഭൂമി ചിരിക്കുന്നു. കാരണം എന്തെന്നറിയോ? റഹ്മത്തിന്റെ മാസമാണ് റമളാൻ. പരിശുദ്ധ പരിപാവനമാം റമളാനാഗതമായി പാരിതിലെല്ലാം ഭൂമി നിന്നുടനുഗ്രഹമായി. പാരിതിലെല്ലാം ഭൂമി നിന്നുടനുഗ്രഹമായി. പരിശുദ്ധ പരിപാവനമാം റമളാനാഗതമായി പാരിതിലെല്ലാം ഭൂമി നിന്നുടനുഗ്രഹമായി. പാരിതിലെല്ലാം ഭൂമി നിന്നുടനുഗ്രഹമായി. പരലോക രക്ഷയതിൽ നേടുവാനായി, പരലോക രക്ഷയതിൽ നേടുവാനായി പവിത്രമാം കർമ്മത്തെ നാം പുണരുകയായി. പരിശുദ്ധ പരിപാവനമാം റമളാനാഗതമായി പാരിതിലെല്ലാം ഭൂമി നിന്നുടനുഗ്രഹമായി. പാരിതിലെല്ലാം ഭൂമി നിന്നുടനുഗ്രഹമായി. എല്ലാവരും ചിരിക്കുന്നു, പക്ഷികൾ പോലും ആനന്ദം കൊള്ളുന്നു. മനുഷ്യരെ, നമ്മളെ കൽബിലും ആനന്ദം കൊള്ളട്ടെ. അതാണ് റസൂലുള്ള പറഞ്ഞത്. മുഅ്മിനാണോ അവന്റെ കൽബിങ്ങനെ ആനന്ദിക്കുകയാ. അല്ലാഹ് തറാവീഹിനതായ എല്ലാവരും കടന്നു വരികയാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ
ഉറക്ക സ്വലാത്ത് പറ. വെള്ളിയാഴ്ച രാവല്ലേ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ കാന അവ്വലു യൗമിൻ മിൻ റമളാൻ, ഇദാ കാന അവ്വലു യൗമിൻ മിൻ റമളാൻ, ആ ഒന്നാമത്തെ രാത്രി ഉണ്ടല്ലോ, ഹബ്ബത്തിർ റീഹ്, ഹബ്ബത്തിർ റീഹു തഹ്തൽ അർശി, അല്ലാഹുവിന്റെ ഇരിപ്പിടമാകുന്ന അർശിന്റെ ചുവട്ടിലാണ് ജന്നാത്തുൽ ഫിർദൗസ് ഉള്ളത്. ജന്നാത്തുൽ ഫിർദൗസിൽ പാറി കളിക്കുന്ന 313 പേർകളെ, 313 പേർകളെ, അവിടെയാണ് ജന്നാത്തുൽ ഫിർദൗസ്. അർശിന്റെ തൊട്ട് താഴെയാണ് ജന്നാത്തുൽ ഫിർദൗസ്. അവിടെയാണ് ഹൗദുൽ കൗസർ ഉള്ളത്, അവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ ഉള്ളത്, അവിടെയാണ് ബദരീങ്ങൾ ഉള്ളത്, അവിടെയാണ് ശുഹദാക്കൾ ഉള്ളത്, അവിടെയാണ് അബൂബക്കർ ഉള്ളത്, അവിടെയാണ് ഉമർ ഉള്ളത്, അവിടെയാണ് ഉസ്മാൻ ഉള്ളത്, അവിടെയാണ് അലി ഹൈദറുൽ ഖറാർ, അവിടെയാണ് ബീവി ഫാത്തിമയുള്ളത്, അവിടെയാണ് ബീവി ആയിഷയുള്ളത്, അവിടെയാണ് ബീവി ഖദീജ ഉള്ളത്, അവിടെയാണ് ബീവി ഹഫ്സ റളിയല്ലാഹു അൻഹയുള്ളത്. പൊന്നാര വാപ്പ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഇദാ സഅലൂ, നിങ്ങൾ എങ്ങാനും അല്ലാഹുവോട് സ്വർഗ്ഗം ചോദിച്ചാൽ ഫസ്അലൂഹുൽ ഫിർദൗസ്, ആ ഫിർദൗസ് തന്നെ ചോദിക്കണേ എന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. ആ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിൽ നിന്ന് ഹബ്ബത്തിർ റീഹു തഹ്തൽ അർശി മിൻ വറഖിൽ ജന്ന, ആ സ്വർഗ്ഗത്തുള്ള ഇലന്ത മരങ്ങളുടെ ഇലകളുടെ ഇടയിലൂടെ ഇങ്ങനെ കാറ്റിങ്ങനെ മെല്ലെ അടിച്ച് വീശുന്നതാണ്. ആ കാറ്റിങ്ങനെ എവിടെ എത്തുമെന്നറിയോ? അലാ ഹൂരിൽ ഐൻ, ഹൂർലിങ്ങളുടെ നിതംബമാകുന്നവളുടെ മാറിടങ്ങളിലൂടെ കടന്നിങ്ങനെ തഴുകിത്തലോടി പോകുമ്പോ ഫയഖുൽന, അള്ളാഹുവിന്റെ പരിശുദ്ധരായ സൃഷ്ടികളായ ഹൂർലിങ്ങളോ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അവരിങ്ങനെ ഭൂമിയിൽ, ആകാശത്ത് നിന്ന് ഭൂമിയിലോട്ട് നോക്കുമ്പോ നക്ഷത്രങ്ങളെ പോലെ ആരോ ഇങ്ങനെ ചലിക്കുന്നുണ്ട്, നക്ഷത്രങ്ങളെ പോലെ ആരോ ഇങ്ങനെ ചലിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, നോക്കുമ്പോ പാവപ്പെട്ട ഉപ്പയാണ് പള്ളിയിൽ പോകുന്നത്, തറാവീഹിന് വേണ്ടി പള്ളിയിൽ പോകുന്നതാണ്, അവന് റമളാന് കാത്തിരുന്നവനാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, പറയുന്ന കാര്യം മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്കൂ പൊന്നാര വാപ്പമാരെ. ചെറുതാണോ റമളാൻ? റമളാൻ ചെറുതാണോ റമളാൻ? ഒരു വിളിപ്പാടകലെ കടന്നു വരുന്ന റമളാൻ നമ്മുടെ ജീവിതമാകണം വാപ്പാ. ആ റമളാന് വേണ്ടിയിട്ട് എല്ലാം നമ്മൾ സമർപ്പിക്കണം വാപ്പാ. അടുത്ത റമളാൻ എനിക്കില്ല, അടുത്ത റമളാൻ എനിക്ക് ഇനി കിട്ടൂല, അതിനു മുമ്പെങ്ങാനും മരണപ്പെട്ടു പോയാൽ ഇതെന്റെ അവസാനത്തെ റമളാനാണെന്ന് ചിന്തിക്കൂ. റമളാൻ പെട്ടെന്നങ്ങ് തീരും വാപ്പമാരെ. റമളാൻ റഹ്മത്തും മഗ്ഫിറത്തും ഇത്തൊക്കെ കണ്ണടച്ചു തുറക്കും മുമ്പേ തീരും വാപ്പമാരെ. ഒരു ജുസ് പോലും ഓതാൻ അല്ലാഹ് മുനാഫിക്കീങ്ങൾക്ക് സമയം കൊടുക്കൂല. ഖുർആൻ തുറക്കാൻ പോലും മുനാഫിക്കീങ്ങൾക്ക് അല്ലാഹ് സമയം കൊടുക്കൂല. അതുകൊണ്ട് വണ്ണപ്പുറം കലയന്താനീ വാപ്പമാരെ, നിങ്ങളാരും മുനാഫിക്കീങ്ങളല്ല. നിങ്ങളെങ്ങാനും മുനാഫിക്കീങ്ങളായിരുന്നെങ്കിൽ ഈ വഅദ് കേൾക്കാൻ നിങ്ങൾക്ക് വരാൻ പറ്റില്ല. അല്ലാഹു കാക്കുമാറാവട്ടെ, അല്ലാഹു കാക്കുമാറാവട്ടെ. മുനാഫിക്കീങ്ങളെ വഅദ് കേൾക്കാൻ തോന്നൂല. വേണ്ട, സിനിമാ പാട്ട് ഗാനങ്ങളെ വയ്ക്കാൻ പറയും. നിഫാക്കിന്റെ കാവട്യമുള്ളവർ ഈ വഅദ് കേട്ടിരിക്കൂല. അവർക്ക് ഇങ്ങനെ മൂലക്കുരിന്റെ അസുഖം ഇങ്ങനെ ഇരുന്ന് ഇളകും. നിർത്തണില്ല ഈ ആള്. ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ടോ? സൗണ്ട് ക്ലിയർ ആണോ? ചെവി അടിച്ചു പോകുന്നുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എനിക്ക് ചെറിയ ബുദ്ധിമുട്ടും ജലദോഷവും അസ്വസ്ഥതയൊക്കെ ഉണ്ട്. അതിന്റെ ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ടൊന്നും വഴാതെ ഞാൻ പരിഗണിക്കില്ല. കാരണം പറഞ്ഞപ്പോ തന്നെ മൈക്ക് അക്സയുടെ മൈക്ക് കൊണ്ടുവച്ച് ഈ പാവങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനത് വെറുതെ പറയല്ല, ഞാനത് വെറുതെ പറയാം. എനിക്ക് റമളാനൊക്കെ തീരുമ്പോൾ വല്ലാത്ത വിഷമം എൻ്റെ കൽബിൽ വരും. സാധാരണ നഷ്ടപ്പെട്ടു പോയല്ലോ പടച്ചോനെ, ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക് റമളാനിലൊന്നും. അവിടെ വഴാതെ, ഇവിടെ വഴാതെ, അവിടെ പ്രസംഗം, ആ പ്രസംഗം നോക്കാം. അത് കഴിയുമ്പോൾ സ്വസ്ഥമായിട്ടിരുന്ന് ഇബാദത്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളോട് പറയാ, നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിക്കണം. കാരണം ഹക്കീക്കത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഉണ്ടല്ലോ, അവൻ മറ്റുള്ള വക്തന് സാധാരണ ഒന്നും റമളാൻ അല്ലാതെ അങ്ങനെ പള്ളിയിലൊന്നും കാണാറൊന്നുമില്ല. പക്ഷെ പെരുമ്പാവരൊക്കെ പോയി നിസ്കരിക്കും. അങ്ങനെ പെരുമ്പാവരൊക്കെ നമ്മുടെ പള്ളി സജീവമായിട്ട് കാണാറില്ല. നിസ്കാരമൊക്കെ ഉണ്ട്, പക്ഷെ വേറെ സ്ഥലത്താണ്. പക്ഷെ
റമളാനായി കഴിഞ്ഞ എനിക്ക് ഭ്രാന്താണ്. റമളാനായി കഴിഞ്ഞ ഇവൻ ആദ്യം പള്ളിയിലെത്തണവനാണ് ഫസ്റ്റ്. ഞാൻ റമളാനായിട്ടുണ്ട് നമുക്ക് പോലും തോന്നുന്നു. നമ്മൾ അങ്ങനെ ആവണം. നമ്മൾ എന്ത് കണ്ടിട്ടായി ജീവിക്കുന്നത്? നിങ്ങൾ പുറത്തൊക്കെ ഒന്ന് RCCയിലൊക്കെ ഒന്ന് പോയി നോക്ക്, എന്താ അവസ്ഥ എന്നറിയോ? ഞാൻ കഴിഞ്ഞ സമസ്ത കേരള ജമിയത്തുൽ-ഉലമയുടെ 100ാം വാർഷികത്തിന് ബസ്സിലാണ് ഞങ്ങൾ പോയത്. ഞാൻ അങ്ങനെ യാത്ര പോകാനൊന്നും എൻ്റെ ഭാര്യ എപ്പോഴും പറയും, എന്നെ ഊട്ടി കൊണ്ടുപോയില്ലല്ലോ, കൊടൈക്കനാലിൽ കൊണ്ടുപോയില്ലല്ലോ, മൂന്നാറിലൊരൊക്കെ കൊണ്ടുപോയില്ലല്ലോ. ഞാൻ ഈ കാസർഗോഡും കണ്ണൂരും അവിടെ ഇവിടെയൊക്കെ വാഴ്ന്നു പറയാൻ പോകുമ്പം ചിലപ്പോൾ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലായിടത്തൊന്നും പോകാൻ പറ്റുന്ന, ടൂറിനൊന്നും പോകാൻ സമയം കിട്ടാത്തൊരാളാണ് ഞാൻ. പള്ളി, ജോലി, പള്ളിയിൽ സുബൈക്ക് കണ്ടില്ലെങ്കിൽ പ്രസിഡന്റ് എവിടെയാണെന്ന് മുസ്ലിം അറിയുന്നത്. അപ്പൊ ആ ചോദ്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പരമാവധി എവിടെയും പോക്കില്ല. പെരുന്നാളിന് ഇപ്പോൾ ഒരു ടൂറിന് പോകണമെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ ചിറയങ്കിലാണ് വീട്. അവിടെ പ്രായമായ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, വല്യപ്പയുണ്ട്, വല്യമ്മയുണ്ട്. അവരെ കാണാൻ പോകുമ്പോൾ ലീവ് തീരും, തിരിച്ച് നേരെ പള്ളി വരും. പക്ഷെ അതൊരു ഹൈറാണ്, ഒരു ദഅവത്താണ്. എല്ലാരും എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ വണ്ണപ്പുറത്ത് വന്നപ്പോ നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ ദീൻ പറയാൻ പറ്റിയില്ല, ചെറിയ കാര്യമാണോ? ഞാൻ നാളെ മരണപ്പെട്ടു നിങ്ങൾ ദുആ ചെയ്യൂലേ? മരിച്ചു പോകണമെന്നുള്ള ആഗ്രഹം നിങ്ങളുടെ ആഗ്രഹമല്ലാത്ത ആഗ്രഹം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹു ആഫിയത്തും ദീർഘായുസും തരട്ടെ. ചില ആൾക്കാർ പറയും, കാരണന്മാര് മരിച്ചെങ്കിൽ മതിയായിരുന്നു, ഈ ശൈത്താന്റെ കിടന്ന് പോയാൽ മതിയായിരുന്നു എന്ന് പറയും അല്ലേ? പാപ്പമാരും മക്കളുടെ അടുത്ത് പറയും, മക്കളുടെ അറാം പറപ്പാണ് പാപ്പാര് പറയും, തുലഞ്ഞു പോയിരുന്നെങ്കിൽ. അങ്ങനെ പറയാൻ എളുപ്പമാണ്, അങ്ങനെ പറയാൻ എളുപ്പമാണ്. മരിച്ചങ്ങ് പോയി കഴിയുമ്പോഴേ അറിയുള്ളൂ. CJ ജോയ് കോടീശ്വരനാണ്. CJ ജോയ് അല്ലെ, കോടാന കോടീശ്വരൻ, അത്യാഡംബര വാഹനങ്ങൾ, ആയിരക്കണക്കിന് കോടി ആസ്തിയുള്ളവൻ. തോക്കെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ഒരൊറ്റ വെടി, സുബ്ഹാനല്ലാഹ്, തീർന്നു. പണമാണോ സമാധാനം? അല്ല. ഞാൻ നസറുദ്ദീൻ ഉസ്താദ് വിചാരിക്കുന്നത് പണമുള്ളവനിക്കാൻ നല്ല സമാധാനം എന്നാ. കാരണം ഞങ്ങൾ ഈ കുറഞ്ഞ ശമ്പളത്തിന് വേണ്ടിയിട്ട് അനുഭവിക്കുന്ന ത്യാഗം ഒന്നും ചെറുതല്ല. ഇപ്പൊ ലൈവില് ചെറുവേലി കുന്നാരം കുടിക്കാതൊക്കെ അത് കാണണ്ടാവും. അങ്ങോട്ട് പോവേണ്ടതാണ്, നീ ഒന്നും പറയില്ല. അപ്പൊ അതുകൊണ്ട് ഉള്ള സമയം വിലപ്പെട്ടതാണ്, ഉള്ള ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹ്, ഉറക്കത്തിന് എഴുന്നേറ്റു, കണ്ണൊക്കെ ഇങ്ങനെ തിരുമിയപ്പോ അൽഹംദുലില്ലാഹ്, കണ്ണിങ്ങനെ തിരുമിയപ്പോ തുറക്കുന്നുണ്ട്, കുഴപ്പമില്ല, ആയുസുണ്ട്, അൽഹംദുലില്ലാഹ്. അടച്ചു കിടന്ന് എന്ത് ചെയ്യും? അടഞ്ഞു കിടന്ന് എന്ത് ചെയ്യും? രാവിലെ ആയപ്പോ പെണ്ണും പുള്ള വിളിക്കാൻ അനങ്ങുന്നില്ല, എന്ത് ചെയ്യും? എന്റെ വെസ്റ്റ് മുടിക്കലിൽ തന്നെ നസറുദ്ദീൻ ഹുസൈനൊക്കെ അറിയാം, ഒരു നാസർഖാൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരുണ്ടായി, നല്ല യുവാവായിരുന്നു. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഒരുപാട് ഇങ്ങനെ വേദനയുള്ള മരണങ്ങൾ കാണുമ്പോ നെഞ്ചിലിങ്ങനെ ഒരു പടപ്പാണ് പലപ്പോഴും. അള്ളാഹുവേ വല്ലാത്തൊരു പരീക്ഷണമാണ്. നാസർക്ക നല്ല പുതിയ ഷൂസ് ഒക്കെ മേടിച്ചിട്ട് തലേ ദിവസം പള്ളിയിൽ വന്നു, ഗംഭീരമായിട്ടൊക്കെ സംസാരിച്ചു. രാവിലെ ആയപ്പോ ഫോൺ കോള്, അനധികൃതമായ ഫോൺ കോൾ വന്ന് 10-13 മിസ് കോൾ. ഈ മിസ് കോൾ വരുമ്പോ തന്നെ പേടിയാണ്, 13-14 മിസ് കോൾ വരുമ്പോ തന്നെ പേടിയാണ്. എടുത്തു നോക്കിയപ്പോ, ഉസ്താദേ എവിടെയാണ്? വീട്ടിലാണ്ടാ. എന്താടാ? നാസർക്ക പോയി. എന്താ പറ്റിയടാ? അറ്റാക്കാണ്. ഒരു കുഴപ്പമില്ല അയാൾക്ക്, അയാളെ വീട്ടിൽ പോയി കിടന്നാണ് സുന്ദരമായിട്ട്. 12 മണിയായപ്പോ നെഞ്ചുവേദന വന്ന ഭാര്യയെ വിളിച്ചു. പാവപ്പെട്ട ഉമ്മാക്ക് അള്ളാഹു ക്ഷമയും ഈമാനും കൊടുക്കട്ടെ, അദ്ദേഹത്തിന്റെ പരലോകം അള്ളാഹു വെളിച്ചമായി കൊടുക്കട്ടെ. അമീൻ പറ മനുഷ്യന്മാരെ, അള്ളാഹു വെളിച്ചമായി കൊടുക്കട്ടെ, വെളിച്ചമാക്കി കൊടുക്കട്ടെ. അദ്ദേഹം ഭാര്യ മുതു തടവാൻ പറഞ്ഞു, മുതു തടവി കൊടുത്തു, വേദന മാറുന്നില്ല. അതുകൊണ്ട് ചെറിയ വേദനകൾ വരുമ്പോൾ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കണം. ഗ്യാസ് ആണെന്ന് പറഞ്ഞിരിക്കരുത്, ഗ്യാസാണെന്ന് പറഞ്ഞിരിക്കരുത്. അസുഖങ്ങൾ ഏതൊക്കെ വഴിയാണെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ മാരക രോഗങ്ങൾ പടർന്നു പിടിക്കുകയാണ്. ഇതൊക്കെ മാറാനാണ് റമളാൻ, ഇതൊക്കെ മാറാനാണ് റമളാൻ. അള്ളാഹു ആ റമളാൻ പറയുന്നത് പോലെ നമ്മളൊന്ന് ജീവിച്ചാൽ മതി. 22 വയസ്സായ ചെറുപ്പക്കാരൻ വന്ന് എന്റെ അടുത്ത്, ഉസ്താദേ നെഞ്ചിന് ഭയങ്കര വേദന, ഒന്ന് കൊട്ടിത്താ, മന്ത്രിച്ച, ഊതിത്ത. ഏത് സൂറത്തോതി മന്ത്രിക്കും ഇവനെ? അവസാനം ഡോക്ടറോട് ചെക്ക് ചെയ്തപ്പോ കൊളസ്ട്രോൾ ആണ്. അള്ളാഹു ശിഫയായി കൊടുക്കട്ടെ. അതല്ലേ പണ്ട് തലവാ ഉസ്താദിന്റെ ആൾക്കാർ പറയും, ഉസ്താദേ രോഗമാണ്, നിനക്ക് രോഗമാണെങ്കിൽ അള്ളാഹു മാറ്റി തരുമ്പോൾ അങ്ങനെ പറയല്ലേ, ചികിത്സിച്ച് മാറ്റിത്താ. അങ്ങനെയുള്ള മഹാന്മാര് പണ്ടുണ്ടായിരുന്നു. അപ്പൊ തലവാ ഉസ്താദ് 2 വരി പാട്ടങ്ങ് പാടും. അസുഖങ്ങളൊക്കെയും മാറ്റണേ നീ മന്നവാ, പറയല്ലേ എന്നോട് പോടോ പിന്നെ വാ. അസുഖങ്ങളൊക്കെയും മാറ്റണേ നീ മന്നവാ,
പറയല്ലേ എന്നോട് പോടോ പിന്നെ വാ. പടച്ചോനെ അസുഖം നീ മാറ്റി കൊടുക്കണേ അല്ലാ. പറയല്ലേ ഇപ്പൊ പോയിട്ട് പിന്നെ വാ, പിന്നെ മാറ്റി നീ പറയല്ലേ, ഇപ്പൊ തന്നെ മാറ്റിത്തരണം. ആ സ്പോട്ടിൽ അസുഖം മാറുമെന്നാണ്. അഴവാ ഉസ്താദ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പോയി. ഇപ്പത്തെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. അസുഖം വന്നാൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിക്കോളണം, ഇങ്ങോട്ടൊന്നും വരരുത്. അള്ളാഹു നമുക്ക് രോഗങ്ങളൊക്കെ ശിഫയാക്കി തരുമാറാവട്ടെ. വലിയ മഹത്തുക്കൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. വലിയ മഹത്തുക്കൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പാലക്കാട് ഒറ്റപ്പാലത്ത് പോയാൽ അവിടെ ശൈഖുന മമ്മിക്കുട്ടി ഹസരത്ത് ഉണ്ട്, കാണാം. ജീവിച്ചിരിക്കുന്ന വലിയ മഹാനാണ്. അള്ളാഹു കാണാൻ തൗഫീഖ് തരട്ടെ. ജീവിച്ചിരിക്കുമ്പോൾ പോയി കണ്ടോളണം. വഫാത്തായി കഴിയുമ്പോൾ പത്രത്തിൽ വരുമ്പോഴേ അള്ളാഹുവേ വലിയ മഹാനാണെന്നിട്ടൊന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാര്യമൊന്നുമില്ല. ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് പോയി കാണൽ വാജിബായ ആളുകളാണ് അവരൊക്കെ വലിയ മഹാൻ. അതുപോലെ തന്നെ മൂസക്കുട്ടി ഹസരത്ത് എന്ന് പറയുന്ന വലിയ മഹാൻ. അതുപോലെ ഒരുപാട് ആലിമീങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന എല്ലാ ആലിമീങ്ങളും, സുന്നത്ത് ജമാഅത്തിന്റെ നേതൃപാടവത്തിൽ ഇരിക്കുന്ന സർവ്വ ആലിമീങ്ങളും മഹാന്മാരാണ്. അവരൊക്കെ വിലപ്പെട്ടവരാണ്. ആ ഓരൊറ്റ ആലിമിനെ സംഘടനയുടെ പേരിലോ അല്ലെങ്കിൽ പാർട്ടിയുടെ പേരിലോ ഒരു ആലിമിനെയും നമ്മൾ കുറ്റപ്പെടുത്തരുത്. നമുക്ക് എന്ത് അവകാശമുണ്ട് വാപ്പാ? നമുക്ക് എന്ത് അവകാശം? ഞാൻ ആര്, നിങ്ങൾ ആര്? പൊട്ടാ നീ പിഞ്ചുള്ളി ചെഞ്ചോരക്കട്ട, പിന്നീന്ന് കാട്ടം വരുന്നോരു കുട്ട. പൊട്ട നീ പിഞ്ചുള്ളി ചെഞ്ചോര കട്ട, പിന്നീന്ന് കാട്ടം വരുന്നോരു കുട്ട. നമ്മളെ പറ്റിയിട്ട് ശുജായി മുസ്ലിയാര് സഫരമാലയെ പാടിയതാണ്. പൊട്ട പൊട്ട. എന്താണ് അവരൊക്കെ ഔലിയാക്കന്മാരല്ലേ? പൊട്ടാ നീ പിഞ്ചുള്ളി ചെഞ്ചോരക്കട്ട. നീ ഉമ്മയുടെ വയറ്റിലാതെ ഒട്ടിപ്പിടിക്കുന്ന ഒരു സാധനം മാറി ഒരു കട്ടയായിരുന്നു നീ, പിഞ്ചുള്ളി ചെഞ്ചോരക്കട്ട. പിന്നെ നീ വലുതായപ്പോ താടി മീശ, ലിനന്റെ ഷർട്ട്, ജുബ്ബ, മുണ്ട്, ശലപ്പാവ്, ഷാള് ഇട്ടപ്പോ നീ 10 കാശായി, 2 വീടായി, എഡ്യൂക്കേഷൻ, സുഫിയാൻ ബാക്കറി, BLLB, WW ആ 2 കിട്ടിയപ്പോ നീ മറ്റാളെ കാണുമ്പോ ഞാൻ വലിയ കേമൻ ആണാ? ഒന്നുമില്ല. പൊട്ട നീ പിഞ്ചുള്ളി ചെഞ്ചോരക്കട്ട, പിന്നീന്ന് കാട്ടം വരുന്നോരു കുട്ട. ചുമ്മാ തിന്നുമ്പോ ബാക്കിൽ നിന്ന് ഇങ്ങനെ മലം പോകുന്ന വെറും ഒരു ബോഡി, അതിന്റെ ആ റൂഹ് അങ്ങ് പിരിഞ്ഞാൽ ഡെഡ് ബോഡി. അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു ശുജായി മുസ്ലിയാർ നമ്മൾ ആരാണ്. മരിച്ചടക്കുമ്പോ യോൻ വീട്ടുകാരനാണ്, അവന്റെ മയ്യത്തൊക്കെ അങ്ങനെ കിടത്താവോ? അങ്ങനെയൊന്നുമില്ല. ഹല്ലി വല്ലി കൊണ്ട് കളയും. ഒറ്റ മണിക്കൂർ മരിച്ചു കഴിഞ്ഞാൽ ഒറ്റ മണിക്കൂർ നിങ്ങളെ വീട്ടുകാർ ഇങ്ങനെ സങ്കടപ്പെട്ടൊക്കെ ഇങ്ങനെ കരയുമ്പോഴേക്ക് അഭിനയിച്ചൊക്കെ ഇരിക്കും. ഒറ്റ മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾ 3-ാം പാർട്ടിയാണെന്ന് ഭരണ വീട്ടിൽ പോയി നോക്ക്. കല്യാണ വീട്ടിലുണ്ടാവില്ല അത്ര സന്തോഷം. കല്യാണ വീട്ടിലുണ്ടാവില്ല അത്ര സന്തോഷം. അത്രമേൽ ഹാപ്പി. നമ്മൾ ആർക്ക് വേണ്ടിയാ സഹോദരങ്ങളെ? നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നത്? അള്ളാനെ വേണ്ട, റസൂലുള്ളാഹിനെ വേണ്ട, ദീൻ വേണ്ട. കെട്ടിയോള്, മക്കൾ, കുടുംബം, ഫാമിലി, പണം ഉണ്ടാക്കി തിന്നാൻ കൊടുത്തു, നമ്മളും തിന്നു, ലാവിഷായിട്ട് ജീവിക്കുന്നു. അള്ളാഹില്ല, അള്ളാന്റെ റസൂലില്ല, ധാർമ്മികമായ ഒരു മൂല്യങ്ങളും ഇല്ല. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവന്റെ സങ്കടം കാണാതെ പോകുന്നു. ഇന്ന് രാവിലെ ഞാൻ പോഞ്ഞാശ്ശേരി നടന്നു പോയപ്പോ ഒരു ചെറുപ്പക്കാരൻ, അത് ബായിയാന്ന് തോന്നുന്നു, അവന്റെ സംസാരവും തിരിയുന്നില്ല, ഒന്നും തിരിയുന്നില്ല. അതിങ്ങനെ മറിഞ്ഞു പോവാ. വന്ന് വീണ ഉടുപ്പൊന്നുമില്ല, ദേഹത്ത് ഉടുപ്പൊന്നുമില്ല. ഒരു കടയിൽ കയറിയപ്പം ഞാൻ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് ഇവനെ നോക്കി. ഇവനെ കൈവിട്ട് പോയി. ഇനിയിപ്പോ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോയപ്പോ അടച്ചു ചിലവ് എന്നെ അങ്ങനെ ആയിക്കളഞ്ഞാലോ എന്ന് ചുമ്മാ ഒരു ചിന്ത തോന്നിയപ്പോ നിർത്തിയതാണ്. അങ്ങനെ ഞാൻ ഇറങ്ങി ചെന്നപ്പോ ഇവന്റെ ഭാഷ എനിക്ക് മനസ്സിലാവില്ല. ഹിന്ദി ആണെങ്കിൽ കുറച്ചൊക്കെ മനസ്സിലായി. ഹിന്ദി അല്ല, ഏതോ വേറെ ഭാഷയാണ്, ആംഗ്ലോ കൂങ്കളോ എന്നൊക്കെ അവൻ പറയുന്നത്. ഞാൻ ചോദിച്ചു ആപ് ഖാനാ ചാഹിയേ എന്ന് പറഞ്ഞു. ഇവനൊരു ഹോട്ടലിൽ കൊണ്ട് കയറ്റി. ഇവ അവിടെ ഇരുന്ന കവർ മൊത്തം എടുത്തോണ്ട് പോവുക. റിലേ പോയി ഇദ്ദേഹത്തിന്റെ. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അങ്ങനെ അവിടെ ഇരുന്നൊരു ഷർട്ടൊക്കെ മേടിച്ചിട്ട് കൊടുത്ത് അവന് പറഞ്ഞു വിട്ടു. നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാ പ്രിയപ്പെട്ടവരെ. നമ്മൾ ആ അവസ്ഥയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്നേഹസാഗരുണ്ട്, നൗഷാദ് ബാക്കവിയുടെ സ്നേഹസാഗരം. നിങ്ങളൊന്ന് പോയി കാണണം. അടക്കി അല്ലാഹുവേ, മലവിസർജനം നടത്തിയാൽ കൈകൊണ്ട് കഴുകാൻ അറിയില്ല. തമിഴ്നാട് ജില്ലയില് ഒരു പാലത്തിന്റെ അടിയിൽ മലവിസർജനത്തിന്റെ സ്മെല്ലടിച്ചപ്പോൾ ചെറുപ്പക്കാരൻ ഇറങ്ങിച്ചെന്നപ്പോ മലമിടുന്നു, ആ മലം തിന്നുന്നു. ഒരുത്തൻ മലം തിന്നാണ്.
അങ്ങനെ ഇവനെയും വിളിച്ചിട്ട് മുകളിൽ കയറ്റി വൃത്തിയാക്കിയിട്ട് നിനക്ക് എന്ത് വേണം എന്ന് ചോദിച്ചപ്പോ ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. ഭക്ഷണം ഇല്ല അവിടെ കിടക്കാൻ ആരും കണ്ടില്ല. കണ്ണടിക്കും, നമ്മൾ കണ്ടെന്നടിക്കുമോ? മണ്ണപ്പുറം ടൗണിൽ ഏതെങ്കിലും ഒരു ഭ്രാന്തൻ തറയിൽ കിടന്ന് നമ്മൾ വിളിച്ച് ഭക്ഷണം കൊടുക്കും? ഇല്ല. എന്തുകൊണ്ട്? ഞാൻ സെറ്റപ്പ് അത് നോക്കാൻ സമയമില്ല. വേറെ ആൾക്കാർ കണ്ണ് തുറന്ന് കാണണം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവസാനം ഇവൻ ഹോട്ടലിൽ കൊണ്ടുപോയി ചെറുപ്പക്കാരന് ഭക്ഷണം മേടിച്ചു കൊടുത്തപ്പോ ഇവൻ പറയുന്നറിയോ, നിങ്ങളാണ് എന്റെ ദൈവം, നിങ്ങളാണ് എന്റെ അല്ലാഹ്. വെറുതെ ഭക്ഷണം കൊടുത്തപ്പോ നിങ്ങളാണ് എന്റെ ദൈവം. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉള്ള ആരോഗ്യത്തിന്റെ, ഉള്ള സമ്പത്തിന്റെ, ഉള്ള സൗകര്യത്തിന്റെ സമയം റബ്ബ് നിനക്ക് തരുമ്പോ ആ അല്ലാഹ് ആരാന്നൊന്നറിയണേ വാപ്പാ, ആ അല്ലാഹ് ആരാണെന്നൊന്നറിയണേ ഉമ്മ. ആ റബ്ബ് തരുന്ന നിഅമത്താണ്. അതുകൊണ്ടാണ് പ്രഭാതം അങ്ങോട്ട് പൊട്ടിവിടരുമ്പോ നമ്മൾ കണ്ണു തുറക്കുമ്പോ പറയും അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ, എന്നെ ജീവിപ്പിച്ച അല്ലാഹ് നിനക്ക് സ്തുതി. ബഅദമാതനാ, എന്റെ മരണത്തിന് ശേഷമാണല്ലോ നീ എന്നെ ജീവിപ്പിച്ചത്. ഓരോ ഉറക്കം മരണമാണ്, ഓരോ ഉറക്കവും മരണമാണ്. അതുകൊണ്ട് വാപ്പമാരെ, ഒരു പ്രഭാതം പോലെ അതാ കടന്നു വരുന്നു റമളാൻ, ഒരു പ്രഭാതം പോലെയാ കടന്നു വരുന്നു റമളാൻ. അതങ്ങട്ട് കടന്നു വന്നാലോ അള്ളാഹുവിന്റെ പ്രവാചകൻ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് എന്തെന്നറിയോ? കുല്ലു അമലി ഇബ്നി ആദം ലഹു ഇല്ല സിയാം. എല്ലാ അമലുകളും ആദമിന്റെ മക്കൾക്കാണ്, അവനവന് വേണ്ടിയാണ് അവന് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നത് അവന് വേണ്ടിയാണ്, സക്കാത്ത് കൊടുക്കുന്നതും അവന്റെ ശരീരത്തിന് വേണ്ടിയാണ്, അവൻ സദഖ കൊടുക്കുന്നതും സക്കാത്ത് കൊടുക്കുന്നതും അവന്റെ ബോഡിക്ക് വേണ്ടിയാണ്, അവൻ നന്മ ചെയ്യുന്നത്, കുടുംബത്തെ നോക്കുന്നത്, മക്കളെ വളർത്തുന്നത്, കുടുംബം നോക്കുന്നത്, ജോലി ചെയ്യുന്നത്, എല്ലാ സംവിധാനങ്ങളിലൂടെ സഞ്ചരിക്കുന്നത്, അവൻ ഏതേത് കർമ്മങ്ങൾ ചെയ്യുന്നുവോ ലഹു അവന് വേണ്ടിയാണ്, അവന് വേണ്ടിയാണ്. ഏതൊഴികെ എന്നറിയോ? ഇല്ല സിയാം, ഇല്ല സിയാം. നോമ്പൊഴികെ, നോമ്പൊഴികെ, നോമ്പൊഴികെ. വസിയാമുലീ, എടാ നോമ്പ് എനിക്കുള്ളതാണ്. അതാണ് റമളാൻ, അതാണ് റമളാന്റെ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത്. നീ നോമ്പ് മുറിച്ചാലും ആരും അറിയില്ല, നീ ഒളിച്ചിരുന്ന് വെള്ളം കുടിച്ചാലും ആരും അറിയില്ല. നോമ്പെന്ന് പറഞ്ഞാൽ അല്ലാഹ് പറയാ എല്ലാം നിനക്കുള്ളതാ, നീ എടുത്തോ. എന്നാൽ നിന്റെ നോമ്പുണ്ടല്ലോ അത് എനിക്കുള്ളതാണ്, ഞാനും നീയും മാത്രമുള്ള ഒരു ബന്ധമാണ് നോമ്പെന്ന് പറയുന്നത്. എന്നിട്ട് റസൂലുള്ള പറയുന്നു, ഖുദ്സിയായ ഹദീസാണ്, അല്ലാഹ് പറയുന്നുണ്ടത്രേ, വഅന അജ്സി ബിഹി, എടോ അതിന് ഞാനാണെടോ കൂലി കൊടുക്കുന്നത്. ഹജ്ജിന് പറഞ്ഞില്ല, ഉംറയ്ക്ക് പറഞ്ഞില്ല, സിയാറത്തിന് പറഞ്ഞില്ല, കഅബ കാണാൻ വേണ്ടിയുള്ള പോക്കിന് പറഞ്ഞില്ല, റൗളയുടെ നടുവിൽ നിന്ന് നിസ്കരിച്ച കാര്യത്തിന് പോലും അല്ലാഹു അത് പറഞ്ഞില്ല, നിസ്കാരത്തിന് പറഞ്ഞില്ല, ജുമുഅയ്ക്ക് പറഞ്ഞില്ല, കോടാനുകോടി സക്കാത്തിന് പോലും അല്ലാഹ് പറഞ്ഞില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിൽ നിന്ന് കുണിയ ഇബ്രാഹാജി 45 ഏക്കറാണ് സമസ്തയ്ക്ക് കൊടുത്തത്. അതിൽ 7.5 കോടിയുടെ പള്ളിയാണ് യൂസുഫ് അലി നിർമ്മിച്ചു കൊടുക്കാനേറ്റത്. അതിലൊന്നും അല്ലാഹ് പറഞ്ഞില്ല അത് എനിക്ക് വേണ്ടിയാണ്, അത് എനിക്ക് വേണ്ടിയാണെന്ന് അല്ലാഹ് പറഞ്ഞില്ല. അല്ലാഹ് എവിടെയെന്നറിയോ പറഞ്ഞത്? നോമ്പുകാരാ, നോമ്പുകാരാ, നിന്റെ നോമ്പ് ആർക്കെന്നറിയോ? ഇന്നലീ വഅന അജ്സി ബിഹി, ഞാനാണ് അതിന് കൂലി തരുന്നതെന്ന്. ഫൈദാ കാന യൗമു സൗമു അഹദിക്കും, ആരെങ്കിലും അന്ന് നോമ്പുകാരനായ, ഇനിയാണ് വാപ്പാ ശ്രദ്ധിക്കേണ്ടത്, ഇനിയാണ് പൊന്നു വാപ്പാ ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെയാണ് നീ നോമ്പ് പിടിക്കേണ്ടത്? റമളാൻ വന്നാൽ നീ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതിനു മുമ്പ് നീ റമളാനിലേക്ക് വേണ്ടി എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? ഇമാമുന ഗസ്സാലി റഹിമഹുല്ലാഹ് പറയുന്നത് എന്തെന്നറിയോ? ഈ കാര്യം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി
ഞാൻ പറഞ്ഞു വെച്ചോട്ടെ. ആ റമദാന് കടന്നു വരുന്നതിന് മുമ്പ് പൊന്നുവാപ്പാ, പൊന്നാര ചെറുപ്പക്കാരാ, ഈ വെള്ളിയാഴ്ച രാവ് അവസാനത്തെ നേരമാ. ഞാൻ പറഞ്ഞല്ലോ ഇനി ഒരു സമയമില്ല നന്നാവാൻ, ഇനി ഒരു സമയമില്ല. ഇത് അവസാനത്തെ സെക്കൻഡാണ്, നേരങ്ങളാണ്, സമയങ്ങളാണ്. ഒന്നാമതായി റമദാൻ വരുന്നതിന് മുമ്പ് നീ ചെയ്യേണ്ടതെന്നറിയോ? ഒന്നാമതായി റമദാൻ വരുന്നതിന് മുമ്പ് നീ ചെയ്യേണ്ടെന്നറിയോ? ആരും അറിയണ്ട, വണ്ണപ്പുറം പള്ളി കമ്മറ്റിക്കാരറിയണ്ട, വണ്ണപ്പുറം വലിയ പള്ളിയിലെ കമ്മറ്റിക്കാരും അറിയണ്ട, നിന്റെ ഉമ്മ അറിയണ്ട, നിന്റെ വാപ്പ അറിയണ്ട. ഒന്നാമതായി നീ ചെയ്യേണ്ടതെന്നറിയോ? ഇമാമുന ഗസ്സാലി റഹിമഹുല്ലാഹ് തന്റെ ഇഹ്യയിൽ പറയാ, വല്ലുൽ ബസരി